ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താന്ന് വെച്ചാലേ നല്ല ആടിന്റെ ലിവർ ആണ് കേട്ടോ. ഇത് പുഴുങ്ങി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കും. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമേ. നമ്മൾ പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആടിന്റെ ലിവർ ഫ്രൈ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലെയൊക്കെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ദാ എണ്ണയിൽ കിടന്നൊന്നല്ല മുരുമുരാ അങ്ങോട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫ്രൈ ആയത് ഞാൻ അങ്ങോട്ട് കോരി മാറ്റി. അപ്പൊ കുറച്ച് നെയ്യും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് അതിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ബാക്കിയുള്ളതും കൂടെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കോരിയിട്ട് അത് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കണം. അങ്ങനെ ഇളക്കി ഇതേ ഒരു ഫ്രൈ പരുവത്തിലായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. വേപ്പില ഇട്ട് ഇളക്കി അങ്ങോട്ട് ആ വേപ്പിലയുടെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് 2 സവാള എടുത്ത് ഒന്ന് കുനുകുന അരിഞ്ഞെടുക്കണം. ആ സവാളയുടെ കൂടെ 2-3 പച്ചമുളകും കൂടെ എടുക്കണം കേട്ടോ. ഈ പച്ചമുളകിന്റെ ഫ്ലേവറും സവാളയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആ വേപ്പിലയും എല്ലാം കൂടെ അങ്ങോട്ട് ആ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഈ സവാള നേരത്തെ ഇട്ട് കഴിഞ്ഞാലല്ലേ സവാള അങ്ങോട്ട് മൊരിഞ്ഞു പോകും. അപ്പൊ ആ സവാളയുടെ ഫ്ലേവർ അങ്ങോട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഫ്രൈ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ പെപ്പറും കൂടെ അങ്ങോട്ട് ഇട്ട്, പെപ്പറാണല്ലോ ഇതിന്റെ മെയിൻ സാധനം. പെപ്പർ ഫ്രൈ അല്ലേ, അപ്പോൾ പെപ്പർ വിട്ട് ഇനി പോരാത്ത കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് വിതറി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പെപ്പർ ഫ്രൈ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ലിവർ പെപ്പർ ഫ്രൈ, ആടിന്റെ ലിവർ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടെ ചെയ്തേക്കണം കേട്ടോ. അടുത്ത വീട്ടിലെ കുറച്ച് വർക്ക് നടക്കണമെന്ന് അതിന്റെ സൗണ്ടൊക്കെ ഇതിലേക്കൂടെ കേൾക്കുന്നുണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.